ഹലോ വെൽക്കം ബാക്ക് ടു ബാലവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലവീറിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ പോകാം. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചെടുത്ത് നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അഥവാ നമ്മുടെ മഹാവിനാശിനിയും അതുപോലെ തന്നെ ദുഷ്ടദേവതയും കുട്ടുമാനും തീരുമാനിക്കുകയാണ് ദേവതാലോകത്തെ ഇല്ലാതാക്കുവാനുള്ള ആകെ ഒരു വഴി എന്ന് പറയുന്നത് അഗ്നിമനുഷ്യനെ ഉണർത്തുക എന്നുള്ളതാണെന്ന്. അങ്ങനെ അഗ്നിമനുഷ്യനെ ഉണർത്തുവാൻ വേണ്ടി അവർ ആ ഒരു പർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കുട്ടുമാനും അതുപോലെ തന്നെ ദുഷ്ടദേവതയുമാണ് ആ ഒരു പർവ്വതത്തിനുള്ളിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരുപാട് തിരഞ്ഞതിന് ശേഷം അവരവിടെ കണ്ടെത്തുകയാണ് ആ ഒരു അഗ്നിമനുഷ്യനെ. എന്നാൽ അഗ്നിമനുഷ്യനാണെങ്കിൽ അവിടെ ഒരു വെള്ളത്തിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് അഗ്നിമനുഷ്യനെ ഉണർത്തേണ്ടതെന്ന് കുട്ടുമാനാണെങ്കിലും ശാത്തുർബരിക്കാണെങ്കിലും യാതൊന്നും തന്നെ അറിയില്ല. അങ്ങനെ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ബഹളമെല്ലാം തന്നെ ഉണ്ടാക്കി നോക്കുകയാണ്, എങ്ങനെയെങ്കിലും ആ ഒരു അഗ്നിമനുഷ്യനെ ഉണർത്തുവാൻ വേണ്ടിയിട്ട്. പക്ഷേ യാതൊരു തന്നെ പ്രതിഫലവും അവൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവരിനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുട്ടുമാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ഡ്രം എല്ലാം തന്നെ അടിച്ചു നോക്കുകയാണ്, എങ്ങാനും അഗ്നിമനുഷ്യൻ എങ്ങാനും എഴുന്നേച്ചാലോ എന്ന് കരുതി. പക്ഷേ യാതൊരു ബലവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഭൂമിയിലെ സ്കൂളിലാണ് കാണിക്കുന്നത്. സ്കൂളിലാണെങ്കിൽ അവിടെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുവാൻ വേണ്ടി പോവുകയാണ്. കുട്ടികളെല്ലാവരും തന്നെ അതിനുള്ള തയ്യാറെടുപ്പിലുമാണ്. അതെല്ലാം തന്നെയാണ് അവിടെ കാണിച്ചു തരുന്നത്. ഇതേ സമയത്ത് തന്നെ ദുഷ്ടലോകത്ത് അല്ലെങ്കിൽ ആ ഒരു അഗ്നിമനുഷ്യൻ്റെ അടുത്ത് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് പോലും അവർക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയാത്തതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ് ശാത്തിർപരിയും അതുപോലെ തന്നെ കുട്ടുമാനും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ശാത്തിർപരി പറയുന്നുണ്ട്, കുട്ടുമാൻ നിന്നെ കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയില്ല, ഇനി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുട്ടുമാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന് തിരിയുന്നതോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പ് അവിടെ നിന്നും ഇളകി വരികയാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് യാതൊന്നും തന്നെ മനസ്സിലായില്ല. ആ ഒരു പൈപ്പ് പോകുന്നതുകൂടെ ആ ഒരു അഗ്നിമനുഷ്യനെ അടച്ചു വെച്ചിരുന്ന ഒരു വെള്ളത്തിൻ്റെ ടാങ്കായിരുന്നു. അതിലത്തെ വെള്ളം മുഴുവനായും വറ്റിപ്പോവുകയാണ്. മാത്രമല്ല അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അഗ്നിമനുഷ്യൻ ആ ഒരു ഉറക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ ദേവതമാരെല്ലാവരും തന്നെ അവനെ അടച്ചു വെച്ചതിൽ നിന്ന് അവൻ മുക്തനാവുകയാണ്. ഇനി അഗ്നിമനുഷ്യൻ വന്നിട്ട് എന്തെല്ലാം ചെയ്യുമെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അഗ്നിമനുഷ്യൻ ദേവതാലോകത്തെ ഇല്ലാതാക്കുമോ അതോ ദേവതമാരുടെ കൂടെ നിൽക്കുമോ മഹാവിനാശിനിയുടെ കൂടെ നിൽക്കുമോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാലുവിൻ്റെതുപോലെ എക്സ്പ്ലനേഷന് വേണ്ടി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ബാലു മലയാളം സൈനിങ് ഓഫ്.